പലപ്പോഴും ഒരു കസ്റ്റമർ റീറ്റെയിൽ സെക്ടറിൽ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് വളരെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടായിരിക്കും. വിത്തിൻ 5 or 6 സെക്കൻഡ്സിലായിരിക്കും അവൻ ആ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ കൊള്ളാം, ഈ പ്രൊഡക്റ്റ് വാങ്ങാം എന്ന് ആൾക്കാർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ കുറച്ച് ഗുണങ്ങൾ വേണ്ടേ? സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിൽ വെക്കുന്ന ആ പ്രോഡക്റ്റിൽ കുറച്ച് ഗുണങ്ങൾ ആവശ്യമാണ്. എന്തെല്ലാമാണ് ആ ഗുണങ്ങൾ? ഇതിൻ്റെ പുറകിലെ സൈക്കോളജി എന്താണ്? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കൂടെ ജീവനുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. സാധാരണ നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിൽ ആവശ്യമുള്ള പ്രോഡക്ട്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് തേടി പോകുന്നു. പക്ഷേ ആ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ മറ്റ് കുറേ പ്രോഡക്ട്സ് കൂടെ എടുത്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. ആ ബാക്കി അഡീഷണൽ ഹയർ കൂടുതൽ വരുന്ന എമൗണ്ടിനുള്ള പ്രോഡക്റ്റുകൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യം പോലും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും നമ്മളത് വാങ്ങുന്നുണ്ടാവും. അതിന് പുറകിൽ ഒരു സൈക്കോളജി ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഒരു പ്രോഡക്റ്റ് വേണമെന്ന് ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് വലിയ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് ജസ്റ്റ് കണ്ടെയ്നറിനപ്പുറത്തേക്ക് സംരംഭകർ അതിനെ കാണേണ്ടത് അതൊരു സൈലൻറ്റ് സെയിൽസ്മാനാണ്. അപ്പോൾ ഈ സെയിൽസ്മാനിന് കുറച്ച് എലമെൻറ്റ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് 4 കാര്യങ്ങൾ മെയിനായിട്ട് എടുക്കാം. അതായത് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റ്, ഇൻഫോം, ഡിഫറൻഷിയേറ്റ് ആൻഡ് കൺവേർട്ട്. ആൾക്കാരത് കൃത്യമായിട്ട് അട്രാക്റ്റ് ചെയ്യണം. ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അത് മറ്റ് പാക്കേജുകളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കണം. ഒപ്പം തന്നെ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റണം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ട ഒരു 4 കാര്യങ്ങൾ ആണ് ഈ പറയുന്ന 4 കാര്യങ്ങൾ. അപ്പം അതിൽ അട്രാക്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് കാര്യം സ്വാഭാവികമാണ്. നമ്മളൊരു ഷോപ്പിലേക്ക് കയറി ചില സമയത്ത് നമ്മൾ ചില പ്രോഡക്റ്റ് നോക്കിപ്പോകും. ഒന്ന് നമ്മുടെ കണ്ണൊന്ന് ഉടക്കും. ഈ ഉടക്കുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ അതിനകത്ത്, അത് പലതും ആകും. ഒരുപക്ഷെ അതിൻ്റെ കളറാവും. മിക്കവാറും നമ്മുടെ സെൻസിനെ ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന കളർ തന്നെയായിരിക്കാം. അപ്പം കളർ സൈക്കോളജി പാക്കേജിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാര്യമായിട്ട് തന്നെ നമ്മൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു പേരായിരിക്കാം, അതിൽ യൂസ് ചെയ്തിട്ടുള്ള പേരായിരിക്കാം, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ പാക്കേജിങ്ങിൻ്റെ ഷേപ്പ് ആയിരിക്കാം. പലപ്പോഴും കിൻഡർ ജോയൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള കാരണം ആ കളറൊന്നും അല്ല, അതിൻ്റെ ഷേപ്പാണ്. അപ്പം ഷേപ്പ് കണ്ടിട്ടാണ് ആൾക്കാരത് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് പോകുന്നത്. ഈവൻ പ്രിങ്കിൾസ് ആണെന്നുണ്ടെങ്കിലും പ്രിങ്കിൾസിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്നത്. അപ്പം ഈ അട്രാക്റ്റീവ് ഫാക്ടർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. ഈവൻ പ്രിങ്കിൾസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പ്രിങ്കിൾസിന് ശേഷം പല ബ്രാൻഡുകളും അതേ ഷേപ്പിൽ തന്നെ ചിപ്സ് ഇറക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏതൊക്കെ ബ്രാൻഡാണെന്നുള്ളത്. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് പ്രിങ്കിൾസ്. അപ്പം ആദ്യം ആരാണ് ഈ പറയുന്ന അട്രാക്റ്റീവ് എലമെന്റ് കൊണ്ടുവരുന്നത്, അതായിരിക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പം ജീവൻ, ഇത് ഒരു അട്രാക്റ്റീവ് എലമെന്റ് എങ്ങനെ നമുക്ക് ഒരു പാക്കേജിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും? ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക വലിയൊരു ടാസ്ക് തന്നെയാണ്. സിജുൻ അറിയാം, നമ്മളൊരു ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മറ്റു ക്ലയൻസിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകം നമ്മളതിൻ്റെ കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ദിവസങ്ങളോട് ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടായിരിക്കും അവരുടെ ബ്രാൻഡിൻ്റെ ഇമോഷന് കണക്റ്റ് ആവുന്ന, ആൾക്കാർക്ക് അട്രാക്റ്റഡ് ആകുന്ന ലെവലിലുള്ള ഒരു കളർ. പറയുമ്പോൾ എളുപ്പമാണ്, നമുക്ക് 7 കളറുള്ള ഉള്ളൂന്ന് ചിന്തിക്കരുത്. കാരണം നമുക്ക് ലക്ഷക്കണക്കിന് കളേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഇതുള്ളത്, നമുക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ് ഈ കാണുന്നത്, ഓൾ എക്സിസ്റ്റിംഗ് ബ്രാൻഡ്സിൻ്റെ. അപ്പോൾ ഇതിൽ ഓരോ ബ്രാൻഡിൻ്റെയും കളേഴ്സ് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഗ്രീൻ തന്നെ, ബ്ലൂ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ പേപ്പാൾ, ഇൻഫോസിസ്, കോഗ്നിസൻറ്റിൻ്റെ ഒക്കെ കളർ ബ്ലൂ ആണ്. ഇൻറ്റലിൻ്റെ കളറൊക്കെ ബ്ലൂ ആണ്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു കളർ കോഡ് ഇതാണ് 0071C5. ഇതിനകത്ത് ഇവർ പറയുന്നത്, ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, ഈ ഒരു കളർ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഒന്ന് ഇന്നോവേഷൻ, കാംനെസ്, ട്രസ്റ്റ്, പ്രോഗ്രസ് ഒക്കെയാണ്. അതേസമയം നെഗറ്റീവ് ഉണ്ട്, ഇത് കുറച്ചൊരു മൊണോട്ടോണി ഇതാണ്, ഓവർ കോംപ്ലക്സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അലൂഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. ഇനി നമ്മൾ നേരെ പെപ്സിയിലേക്ക് പോവാണ്. പെപ്സിയും ബ്ലൂ തന്നെയാണ്. പക്ഷെ അവരുടേത് നേരത്തെ പറഞ്ഞ ബ്ലൂ അല്ല, റോയൽ ബ്ലൂ ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ കളർ. അതായത് ഇത് 004A97 ആണ്. ഹുണ്ടേ, അതുപോലെ തന്നെ ജാക്ക് ആൻഡ് ജോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന കളറാണ്. ഇത് കുറച്ചും കൂടെ സ്ട്രെങ്ത്തും ട്രസ്റ്റും റിലയബിലിറ്റിയും റിഫ്രഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് സ്പെക്ട്രം ഉണ്ട്. ഇത് ഓരോ സ്പെക്ട്രവും ഓരോ കളേഴ്സും കൊടുക്കുന്ന ഫീലിങ്സും മൂഡും ഇമോഷനൊക്കെ വേറെ വേറെയാണ്. അപ്പം ഇത് വലിയൊരു ഫാക്ടറാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പം ഇത്തരത്തിൽ ഓരോ ഘടകങ്ങൾ എടുക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഷേപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ എന്താ പറയുക
ഫോണ്ട്, അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് ആയിക്കോട്ടെ, അതിൽ ഡിസൈൻ എലമെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ചിലപ്പോൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ടും ഇരിക്കാം. നമുക്ക് ചില പാക്കറ്റ്, ഇപ്പം നമ്മുടെ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാക്കറ്റ് നമുക്കറിയാം, ഒന്നുമില്ല അതിനകത്ത്. ആ ഒന്നുമില്ലായ്മയാണ് അതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പിച്ച് ചെയ്യുന്നു അത് അത്ര എളുപ്പമല്ല. അത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് കൺസൾട്ടൻസി സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റിസർച്ച് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് വർക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് വരേണ്ട ഒരു ഘടകമാണ്. പക്ഷേ ഇറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തേതാണ് ഇൻഫോം. ഒരു പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് തന്നെ അത് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ. അത് ശരിക്കും പലരും ചെയ്യുന്നൊരു പ്രശ്നം, ആ പാക്കേജിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങ് എഴുതി വയ്ക്കും. ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. ചില പ്രോഡക്ട്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി തന്നെ ഓക്കെ ഇത് എന്താണ്, ഇതിൻ്റെ ഗുണം എന്താണ്. ഇപ്പോൾ ചില ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ കാണുന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇത് ഹെൽത്ത് ഡ്രിങ്ക് ആണ് എന്നുള്ളത്. അത് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് എഴുതി വെച്ചത് കൊണ്ടല്ല, അതിനകത്തുള്ള എന്തെങ്കിലും ഒരു ഇമേജസോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ഒരു പക്ഷേ യൂസ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ആൾക്കാരെ എന്താണെന്നുള്ളത് ഇൻഫോം ചെയ്യണം. അത് വാക്കുകളിലൂടെ മാത്രമല്ല ഇൻഫോം ചെയ്യേണ്ടത്, അത് ഈവൻ ഈ പറയുന്ന ഗ്രാഫിക്സിലൂടെ അതിൽ വയ്ക്കുന്ന ഇമേജസിലൂടെ എന്താണെന്നുള്ള ഇൻഫോം അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബ്രാൻഡിൻ്റെ ഇനീഷ്യലി ഒരു കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അതിനകത്ത് വിസിബിൾ ആവണമെന്നില്ല. ഓരോ ബിസിനസ്സിനും ഓരോ പ്രൊഡക്റ്റിനും ഒരു USP ഉണ്ട്. ജീവനറിയാം, നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്ന ഒരു കോഫിയുടെ ഒരു ബ്രാൻഡാണ്. അപ്പം അവരുടെ കോഫി ബ്രാൻഡിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനൊരു USP ഉണ്ട്. ആ USP എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ USP ആണ് ഈ പറയുന്ന പാക്കിങ്ങിൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിലും ഇത് കാണുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ അട്രാക്ഷനോടൊപ്പം തന്നെ ആൾക്കാർക്ക് എന്താണ് ഈ പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അതും ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി നമുക്ക് അതിനകത്ത് കൊടുക്കാൻ കഴിയണം. അത് ചില്ലറ പണിയൊന്നുമല്ല. പലരും ഈ 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ നടക്കത്തില്ല. നമ്മൾ ആഴ്ചകളെടുത്തിട്ട് പലപ്പോഴും പാക്കേജ് ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. കമ്പനിയുടെ പലപ്പോഴും ഈ ഓണ്ടർപ്രണേഴ്സിന് ഈ ബിസിനസ്സിൻ്റെ USP എന്താണെന്ന് പോലും അറിയത്തില്ല. USP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് ക്വാളിറ്റി. മായം ചേർക്കത്തില്ല, ക്വാളിറ്റി. അത് USP അല്ല. അത് ശരിക്കും എല്ലാ ബ്രാൻഡുകൾക്കും അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിനും ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പം ഈ ക്വാളിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ ക്വാളിറ്റി എങ്ങനെ വിഷ്വലി നമുക്ക് പാക്കേജിങ്ങിൽ സിങ്ക് ചെയ്യാൻ കഴിയും, ഈ കാര്യങ്ങൾ ചെയ്യുക. ഇവിടെയാണ് ഈ ഇൻഫോം എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയുടെ ഗുണം വരുന്നത്. യൂഷ്വലി ഈ ചില പാക്കറ്റ് നമുക്ക് കാണുമ്പം ഇത് ഭയങ്കര നാച്ചുറൽ പ്രൊഡക്റ്റാന്ന് തോന്നും. അതിലെവിടെ നാച്ചുറൽ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നോട്ട് ജസ്റ്റ് എ ഡിസൈൻ, ഒരു സ്റ്റോറി പറയാണ്. അപ്പം അത് പലപ്പോഴും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് പറയുന്നത് മാമ-എർത്ത്. മാമ-എർത്ത് ഒരിക്കലും ഒരു ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെട്ടില്ല. കാരണം ഇത്തരം പ്രൊഡക്ട്സിനൊന്നും ഓർഗാനിക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എന്തായാലും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണെന്ന് നമുക്കൊരു തോന്നൽ വരും അല്ലേ? കാരണം അതിൽ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ ആയിരിക്കാം, പേര് തന്നെ ആയിരിക്കാം. അതെ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമ്മുടെ ഫൗണ്ടർ സ്റ്റോറീസോ, ഇൻഗ്രീഡിയൻറ്റ് സോഴ്സിങ്, സോഷ്യൽ ഇമ്പാക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലി സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റും. ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാത്ത രീതിയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതും വലിയൊരു കാര്യമാണ്. കാര്യം നമ്മളൊരു ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് തന്നെ ഇവൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഒരു ബ്ലിങ്ക് ഓഫ് ആൻ ഐ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ്. ലൈക്ക് ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ ചിലപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് നടക്കും. അപ്പം അവിടെ നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു കുട്ടിയായിട്ട് കാണാം. അറ്റ്ലീസ്റ്റ് ഇവൻ ഒരു കൺഫ്യൂസ്ഡ്, നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി മാറും. കാരണം നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ഇത് എടുക്കും തോറും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം സുക്കർബർഗോ സ്റ്റീവ് ജോസൊക്കെ എല്ലാ ദിവസവും ഒരേ ടീഷർട്ട് ഇടുന്നത്. കാരണം ഇതിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് പോയി കഴിഞ്ഞാൽ ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി പോകുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവരെങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കും അവന്. ഈ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈ കൺഫ്യൂസ്ഡ് ആയ കസ്റ്റമർ നമുക്ക് ഒരു 2 സെക്കൻഡിനോട് അട്രാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. യെസ്. മൂന്നാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് എലമെന്റ് എന്തെങ്കിലും വേണമെന്നുള്ളതാണ്. ഡിഫറൻഷിയേഷൻ. സോ എന്താണ്, എങ്ങനെ നമുക്കൊരു ബ്രാൻഡിനെ മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? മിക്കവാറും ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. പലപ്പോഴും ഈ പ്രിന്റേഴ്സും ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റേ ബ്രാൻഡിനെ പോലത്തെ പാക്കേജ് ഡിസൈനിങ് കൊണ്ടുവരും, ഇത് നമ്മൾ കൊടുക്കുന്ന സാധനം വർക്കാവില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ആ ഡിഫറൻസിയേഷൻ ആണ് ഇതിനകത്ത് വേണ്ടത്. നമുക്കൊരു ഓയിൽ ബ്രാൻഡ് എടുക്കാം. അപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓയിൽ റാക്കിൽ ഇരിക്കുകയാണ്, മിക്കവാറും മഞ്ഞ കളർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നമ്മൾ ടിപ്പിക്കലി കാണുന്ന ഒരു ഓയിൽ പാക്കേജിംഗ് എന്ന് പറയുന്ന മനസ്സിലേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്നൊരു മാറിയിട്ട് ചിലപ്പം ഈ പറഞ്ഞ മഞ്ഞ തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ മഞ്ഞ തന്നെ പല വേരിയൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു വേർഡിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് കൊടുത്തൊരു ഇമാജോ ഒക്കെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയേക്കാം. അപ്പം അത്തരത്തിൽ ഇപ്പം നമുക്ക് നമ്മൾ കോക്കനട്ടിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അവരുടെ പാക്കേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമലായിട്ട് പക്ഷെ ആ പ്യൂരിറ്റി കൺവേ ചെയ്യണം. അപ്പം ആ പ്യൂരിറ്റി അത് നമ്മളത് ഫുൾ വൈറ്റ് ചെയ്യുന്നു, അതിനകത്ത് അധികം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഗ്രീൻ ലെറ്റേഴ്സും അതിൻ്റെ കോക്കനട്ടിൻ്റെ ഇമേജൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം അത് ഭയങ്കര ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ പാക്കറ്റ് കാണുമ്പോൾ ഒരു പ്യുവർ ഫീല് തോന്നണം. ഇപ്പം നമ്മൾ ഈ ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ പലപ്പോഴും ഷെൽഫിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഫ്രീസറിൽ കാണുന്ന സമയത്ത് അതൊരു നമുക്ക് ആ കാണാൻ വേണ്ടി പറ്റും, അതൊരു അഗ്ലി ലുക്ക് പോലെ തോന്നാറുണ്ട് പലപ്പോഴും, ഒരു ഹൈജീൻ ഫീൽ നമുക്ക് വരാറില്ല. അപ്പോൾ ആ ഫീൽ കൊണ്ടുവരാന്നുള്ളതൊരു മാറ്റർ തന്നെയായിരുന്നു നമുക്ക്. അപ്പം അത്തരത്തിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് നമുക്ക് എന്തെങ്കിലും ആൾക്കാരുടെ പെട്ടെന്ന് ഹുക്ക് കൊടുക്കുന്ന ഒരു സാധനത്ത് കൊണ്ടുവരണം. അത് പെട്ടെന്ന് ഇപ്പം എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഈ പറഞ്ഞ പോലെ അതും ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ ആലോചിച്ച് എടുക്കേണ്ട ഒരു ഡെസിഷനാണ്. പക്ഷെ അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് അവസാനം എന്താണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക എന്നുള്ളത് ഒരു മാറ്ററാണ്. ലാസ്റ്റ് വൺ, ദറ്റ് ഈസ് കൺവേർഷൻ. ഈ കൺവേർഷൻ, അതായത് ഈ പ്രൊഡക്റ്റ് ഇതെല്ലാം കണ്ടു അട്രാക്റ്റഡ് ആയി അത് നോക്കി നിൽക്കുന്നു, ഓക്കെ എങ്കിൽ പിന്നെ ഈ പ്രൊഡക്റ്റ് എടുക്കാം. ഈ കൺവേർഷൻ പലപ്പോഴും ദാറ്റ് ഡിപ്പെൻഡ്സ്, മാർക്കറ്റിനനുസരിച്ചിട്ട് മാറിയിരിക്കും. ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ പ്രൈസ് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വില നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ പ്രിങ്കിൾസ് ആണെന്നുണ്ടെങ്കിലും 10% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് മേലെ ഒരു 10% അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തേക്ക് വേറൊരു കളർ കൊടുത്തിട്ട് 10% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ടാകും. ഇത് കൺവേർഷൻ ഫാക്ടറിൻ്റെ ഒരു ഘടകമാണ്. ചില പ്രൊഡക്ട്സിൽ 40 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് 30 രൂപ എന്ന് എഴുതിയിട്ടുണ്ടാവും പാക്കേജിൽ തന്നെ. സോ അത് കൺവേർഷൻ്റെ ഒരു ടെക്നിക്കാണ്. ആൾക്കാരത് എടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് പെർമനൻ്റ് ആയിട്ട് പാക്കേജിങ്ങിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. അപ്പോൾ ഒരു സീസണിൽ ഇറക്കുന്ന പ്രൊഡക്ട്സിൽ മാത്രമായിരിക്കും ഈ പറയുന്ന ഓഫേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ആ പാക്കിങ്ങിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഈ പണ്ട് നമ്മുടെ കോംപ്ലാൻ്റെ കൂടെയും ഹോർലിക്സിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും സാധനം കിട്ടും. അപ്പോൾ ഇത് മൂലയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും, പക്ഷെ അത് ആ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡിസൈനെ ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആൾക്കാർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുകയും ചെയ്യും, പക്ഷെ നമ്മൾ ആ ഡിസൈനൊന്നും ബാധിക്കാത്ത രീതിയിൽ അത് പ്ലേസ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. യെസ്. സോ ഈ 4 കാര്യങ്ങൾ, ഒന്ന് ആൾക്കാരെ പാക്കിംഗ് കാണുന്ന സമയത്ത് തന്നെ അവർ അട്രാക്റ്റഡ് ആവണം, ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അവർ ഇൻഫോംഡ് ആവണം, ആൻഡ് ഇത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണല്ലോ എന്നുള്ളൊരു തോന്നൽ വരണം. അതെടുത്തിട്ട് അവർക്ക് ബാസ്ക്കറ്റിൽ ഇടാനായിട്ടുള്ള ആ ഒരു തോന്നൽ, കൺവേർഷൻ അവിടെ പോസിബിൾ ആണ്. അപ്പം ഈ 4 ഘടകങ്ങളും ഇൻഡയറക്റ്റ്ലി ഒരു പാക്കേജിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാലാണ് അത് ആ പാക്കേജിങ് സക്സസ്ഫുൾ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സക്സസ് റേറ്റ് കൂടുതലാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ടുണ്ടാവും. അവൻ റീപർച്ചേസ് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഹിൽ റീപർച്ചേസ് ഇറ്റ് ഡെഫിനറ്റ്ലി. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ബ്രാൻഡിങ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം.